സോ ഹലോ ഗൈസ്, ഒരു ദിവസം നമ്മളിന്ന് കളിക്കുന്നത് FC മൊബൈലാണ്. സോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. എൻ്റെ ട്യൂട്ടോറിയലൊക്കെ ചെയ്തു ഗൈസ്. പക്ഷേ ഇതാണെങ്കിൽ ഗൈസ് നമ്മളാണെങ്കിൽ ഇതാണെങ്കിൽ ഞാൻ ഇത്തിരി കളിയൊക്കെ കളിക്കാൻ പോകുന്നു. ഇന്നാണെങ്കിൽ മെയിൻ ഞാനാണെങ്കിൽ ഇത്തിരി കളിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് ഇത്തിരി കളി കളിച്ചായിരുന്നു. എൻ്റെ ഗൈസ് നമ്മളാണെങ്കിൽ എൻ്റെ ലെവൽ 7 ആയി. ഞാൻ ഇത്തിരി കളിയൊക്കെ കളിച്ചിട്ടാണ് 8 ആയോ. ഞാൻ ആലോചിച്ചില്ല 2 ലെവൽ കൂടുമെന്ന്. ഇതിപ്പോൾ എനിക്ക് പനിയുണ്ട്. ഇത്രയും ശബ്ദം കുറച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ഞാൻ ക്ലബൊക്കെ ചെയ്തു. ഇതാണ് ഗൈസ് എൻ്റെ ടീം. നോക്കിനി കളിക്കാം. ഞാൻ ഹെഡ് ടു ഹെഡ് കളിച്ചായിരുന്നു. ഞാൻ ആമേച്ചർ 2 ആയി. ഇനി കളിക്കാൻ ഞാൻ കഴിഞ്ഞ കളിയിലൊക്കെ സീനായിട്ട് ഞാൻ കളിച്ചു കേട്ടു. ഞാൻ 4 ഗോളടിച്ച്, ഒരെൻ്റെ കൂടെ 6 ഗോളടിച്ച്. അപ്പുറത്തൊരു റാൻഡിന് കഴിഞ്ഞ കളിഞ്ഞ കളിയിലും വന്നായിരുന്നു. അപ്പം ഞാനവനെ 4-0 തോൽപ്പിച്ച്. ഇതിലെന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഈ ഗ്ലിച്ച് സംഭവിച്ചായിരുന്നു. അതിപ്പോഴും ഒന്നും അറിയത്തില്ല. ഉണ്ടാണെങ്കിൽ ഒന്ന് പറയണം ഗൈസ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഗ്ലിച്ചാണോന്ന് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ ലെറ്റ്സ് ഗോ. അയ്യോ ഞാൻ അറിയാതെ എപ്പോഴും ഞാൻ എൻ്റെ ഫ്രീ ഫയറിൻ്റെ ഇത് കാരണം പെട്ടെന്ന് ഓർക്കുന്ന പെട്ടെന്ന് ആ വട്ടം പിടിച്ചേക്ക്. തന്നെ ഞാൻ വിളിച്ച് ഞെക്കില്ല. തന്നെയാണ് ഇത് ഒരു ഗ്ലിച്ചാണ്. ഞാൻ കണ്ടുപിടിച്ചത്. എന്താണെന്ന് അറിയത്തില്ല. ഗ്ലിച്ചാണെന്ന് അറിയത്തില്ല. തന്നെ പാസ് അടിക്കുന്നത് ഔട്ടടിച്ച് കളയുകയാണ്. അറിയത്തില്ല. ലാഗൊക്കെ അടിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നുണ്ടാണ്. പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഓഫ് സൈഡ് ആകും. അവിടെ ഇത്ര നേരം ഞാൻ ശരിയാണ് ബന്ധപ്പെട്ട റെക്കോർഡിങ് എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ സാധനം ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ ഞാൻ ഒട്ടും നന്നായിട്ട് കളിക്കില്ല. നമുക്ക് കളിക്കാം. ഹാഫ് ടൈമായി. ആർക്കാ യെല്ലോ കാർഡ്? എനിക്കാണോ? അമച്ചർ 2 ആയതുകൊണ്ടായിരിക്കും ഇത്ര നല്ല ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കളിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്ര കൂടെ പാടിപ്പോ.
ഫെയിൽ ആഫ്റ്റർ ഫെയിലിയർ. ഇവിടെ ആരുമില്ല. ഉണ്ട് തന്നെ ചുമ്മാ അങ്ങ് പാസ് ചെയ്യുക, ഒന്നും ചെയ്യുന്നില്ല. ഗോൾ. This guy looks like എൻ്റെ ക്ലാസ്സിലുള്ളവരവനെ പോയി ഇങ്ങനെ കാണാം. $47 നമ്പറിലാണ് പേര് വായിച്ചില്ല. ഒരു ഗോൾ അടിച്ചാൽ പിന്നെ ബാക്കി എല്ലാവരും തന്നെ ഗോള്. ഒരു ഗോൾ അടിച്ചാൽ പിന്നെ ബാക്കിയുള്ള ഗോളൊക്കെ ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് ഗോൾ അടിക്കുന്നത് ആണ്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എപ്പോഴും ഗോൾ അടിക്കുന്നത്. എന്തായാലും റിയൽ ലൈഫിലാണെങ്കിൽ ഞാനങ്ങനെ ഒരു ഗോൾ അടിച്ചാൽ പിന്നെ മൊത്തം ഗോളായിരിക്കും. പാസാതി കയറിച്ചെല്ല്. മൂന്ന് ഗോൾ ബ്രോ, ഒത്തിരി നേരത്തിനുള്ളിൽ. ഗെയിമിൽ ഒത്തിരി സമയം കാണും. ഗെയിമിപ്പോൾ ഒരു ഇതായിരുന്നെങ്കിൽ, ഗെയിം ഇപ്പോൾ റിയൽ ലൈഫായിരുന്നെങ്കിൽ. പക്ഷെ ഈ റിയൽ ലൈഫിൽ ഇപ്പം കുറച്ച് സെക്കൻഡുകളുണ്ടായിരുന്നു. +1 എന്ന് പറഞ്ഞാൽ +1 സെക്കൻഡാണ്. കളി 4-0 4-0 5-0 6-0 ഇതൊക്കെ ഞാൻ ഇപ്പോഴും അടിക്കുന്നു. ലാസ്റ്റ് സെക്കൻഡിലാണ് കുറേ എണ്ണം ഞാൻ കയറ്റുന്നത്. കണ്ടോ, പിന്നെ ഇങ്ങനെയാവും. ഓരോ മാത്രം ഒന്ന് നടന്നു വന്നു. ഇപ്പം എല്ലാവരും പോസായി. പിന്നെ ഇത് വർക്കാകുന്നില്ല, ഒന്നും കാണിക്കുന്നില്ലടാ. വർക്കാവുന്നുണ്ട്. ലെഫ്റ്റ് ഇത് ഉണ്ടോ, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. അപ്പം എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് ചെന്നിട്ട് ഇത് ബാക്കടിച്ചിട്ട് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞു തരണം ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ റോബ്ലക്സിൻ്റെയോ എൻ്റെയോ ഫ്രീ ഫയർ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇനി മുതൽ ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങും. പണിയ നടത്തുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് ഓണമായതുകൊണ്ട് പിന്നെയും കയറ്റി. ഞാനാണെങ്കിൽ അവധിക്ക് മാത്രമേ കയറ്റാറുള്ളൂ. സോ ഇനി മുതൽ ആ വീഡിയോസും കാണും. സോ ഗൈസ് ബൈ.